എന്നാലും ഈ സാറിന്റെ മനസ്സ് എങ്ങനെയാ മാറിയത്? സിമ്പിൾ. സർവീസിന്റെ പുറകെ കട്ടപ്രേമം. അത് നിനക്ക് എങ്ങനെ അറിയാം? വല്ലപ്പോഴൊക്കെ സ്റ്റാഫ് റൂമിൽ കയറണം. അതെങ്ങനെയാ ക്ലാസ് റൂമിൽ പോലും കയറാറില്ലല്ലോ. കറക്റ്റ്. അപ്പൊ പിന്നെ നമുക്ക് സാറിനോട് പോയൊരു താങ്ക്സ് പറയാം അല്ലേ? താങ്ക്സ് ഒക്കെ ഇവിടെ നിൽക്കട്ടെ. ആദ്യം ഒരു സോറി പറയാം. കറക്റ്റ്. ദാറ്റ്സ് ഓക്കെ. സോറി ഒന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ കുറച്ചുണ്ടാക്കിയ പ്രശ്നത്തിന് മറ്റുള്ളവരെ പണിഷ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇനി അങ്ങോട്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാതിരുന്നാ മതി. അക്ഷയ്, തനിക്ക് ആരോടെന്തോ പറയാനില്ലേ? ടീച്ചേഴ്സ് അറിയാതെ ക്ലാസ് റൂമിലൊന്നും നടക്കത്തില്ല. ഡോ, തന്നോടും കൂടെ. സാർ ഇവിടെ നിൽക്കുവാണല്ലേ? വരുന്നില്ലേ? വേഗം വാ സാർ. അല്ല, ഞാനിപ്പോ വരാം. ഞാൻ പുറത്തന്നെ ഉണ്ട്. എന്താടോ ഒരു തമാശ? ആ പറ, ഞാനോടും ചിരിക്കട്ടെ. അല്ല, ഈ സ്റ്റുഡൻസ് അറിയാണ്ട് സ്റ്റാഫ് റൂമിലും ഒന്നും നടക്കാറില്ല. അല്ല, അങ്ങനെയൊന്നുമില്ല. സൺസെറ്റ്, ബ്യൂട്ടിഫുൾ സൺസെറ്റ്, ലവ്ലി സൺസെറ്റ്. നൈസാ. കണ്ടിട്ട് വന്നാ മതി. അങ്ങനെ ഹംപിയിൽ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റിന് ശേഷം അവരെല്ലാരും തിരിച്ചു സൺറൈസ് കാണാനായി ഗോവയിലേക്ക്. നമുക്കൊരു മൂവി പ്ലേ ചെയ്താലോ? എല്ലാരും ഇരുന്നേ, സിനിമ ഇടാൻ പോവാണ്. മോളെ ഒന്നിങ്ങി വന്നു. നീ മൂവി ഒന്ന് പ്ലേ ആവോ? ചെല്ല്. ഹലോ. അയ്യോ, പർവ്വതം പോലെ ടിവിയുടെ മുമ്പിൽ നിൽക്കാണ്ട് എവിടെയെങ്കിലും പോയി ഇരിക്കടി. എന്റെ സീറ്റ് വന്നിരുന്നിട്ട് ഓടി. നടക്കട്ടെ. ആരിത്? ഹായ് അക്ഷയ്. ഹായ്. സൈഡ് സീറ്റിൽ ഇരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? സൈഡ് സീറ്റിൽ ഇരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അന്ന് എനിക്കുണ്ട്. ഇരിക്കുന്നില്ലേ? സൈഡ് സീറ്റ് വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ എനിക്ക് വട്ടാന്ന് തോന്നിക്കാണു അല്ലേ? ഇവിടുന്ന് പുറത്തോട്ട് നോക്കിയാ പിന്നെ കണ്ണ് തുറന്ന് സ്വപ്നം കാണാൻ പറ്റും.